Hello friends, ഇന്ന് നമുക്ക് HTML എന്താണെന്ന് നോക്കാം. Okay, HTML stands for Hypertext Markup Language. It is the standard language used to create and structure a web page. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വെബ് പേജ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് HTML എന്ന് പറയുന്നത്. അത് വെബ് പേജിൻ്റെ ഒരു സ്കെൽറ്റൻ പോലെയാണ് നമുക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാറിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കാറിലെ എന്താ പറയുക അതിന്റെ വീൽസ്, ബട്ടൺസ്, ഡോർസ് ഈ എല്ലാം ഒരു സ്കെൽറ്റൻ ആയിട്ട് കാറിനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് HTML ആവശ്യമാണ്. അതുപോലെ CSS എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെബ് പേജ് ഉണ്ടാക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് HTML, CSS, JavaScript. ഓക്കെ, അതിൽ CSS അതിന് വേണ്ട മീൻസ് കാറിന്റെ കളറ്, അതുപോലെ വീലിന്റെ ഷേപ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ളതെല്ലാം അതിനൊരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CSS. അതുപോലെ അതിന്റെ ഫംഗ്ഷൻസ് വർക്ക് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് പോകണം, അതിനുള്ള ഫംഗ്ഷൻസ് ചെയ്യാം. ഇപ്പോൾ സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ വീൽ മൂവ് ചെയ്യണം, അതിനുള്ള ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ JavaScript യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഒരു സ്ട്രക്ചർ ഉണ്ടാവുക എന്നുള്ളതാണല്ലോ, അതാണ് നമ്മൾ HTML കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, HTML ബേസിക് സ്ട്രക്ചർ ഉണ്ട്. HTML എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്, അതാണ് ഡോക് ടൈപ്പ് ആണത്. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിക്ലെയർ ദ ഡോക്യുമെന്റ് ടൈപ്പ്. HTML5 ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ HTMLന്റെ ഉള്ളിലാണ് നമ്മൾ ഇതെല്ലാം നമ്മൾ എഴുതുന്നത്. അതിൽ തന്നെ ഹെഡിങ് ഉണ്ട്. HTML എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ദ പേജ് ആണ്. പിന്നെ ഹെഡിന്റെ ഉള്ളിലാണ് നമ്മൾ മെറ്റാഡേറ്റയും ടൈറ്റിലും എല്ലാം എഴുതുന്നത്. ഞാൻ ഇതിൽ കഴിഞ്ഞിട്ട് VS കോഡിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ബോഡിയുടെ ഉള്ളിലാണ് കണ്ടന്റ് സീൻ ഇൻ ദ വെബ് പേജ്. നമ്മൾ പേജിൽ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ എഴുതുന്നത് ഈ ബോഡിയുടെ ഉള്ളിലാണ്. അതിൽ തന്നെ ടാഗുകളുണ്ട്. ടാഗ് H1, H2 തൊട്ട് H6 വരെയുണ്ട്. അത് ഈ സൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. ടാഗിന്റെ ഉള്ളിൽ പാരഗ്രാഫ് എഴുതുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതി വരുന്നത് ബോഡിയുടെ ഉള്ളിൽ എഴുതുന്നതാണ് നമ്മൾ വെബ് പേജിൽ കാണുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് സ്ട്രക്ചർ. ഇത് കഴിഞ്ഞിട്ട് വാട്ട് ക്യാൻ വി ക്രിയേറ്റ് വിത്ത് HTML? ഹെഡിങ് ഉണ്ടാവും, പാരഗ്രാഫ്, ലിങ്ക്സ്, ഇമേജ്, ബട്ടൺസ്, ഇതെല്ലാം നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഹെഡിങ് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ H1ന്റെ ഉള്ളിൽ ദിസ് ഈസ് ഹെഡിങ്, അപ്പോൾ അതങ്ങനെ എഴുതാൻ സാധിക്കും. പാരഗ്രാഫ് ആണെങ്കിൽ ടാഗ്, ഓപ്പണിംഗ് ടാഗ് ഉണ്ടാവും, ക്ലോസിംഗ് ടാഗും ഉണ്ടാവും. അതുപോലെ ലിങ്ക് ടാഗിൽ ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇമേജിന് IMG ടാഗ് ആണ്. ബട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലിസ്റ്റ് ഇൻ HTML, UL വെച്ചിട്ടാണ് ഈ ബുള്ളറ്റ് ഇതുപോലത്തെ ചെയ്യുന്നത്. HTML, CSS, JavaScript ഇത് കണ്ടോ, LIയുടെ ഉള്ളിൽ എഴുതും. അതുപോലെ OL ടാഗിലാണ് നമ്പേഴ്സ് 1, 2, 3 ഇത് കാണാൻ വേണ്ടിയിട്ട് OIയുടെ ഉള്ളിലാണ്, അതിൽ LI വെച്ചിട്ടാണ് എഴുതുന്നത്. പിന്നെ ലിങ്ക് ആൻഡ് ഇമേജ് അത് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടാഗ് ആണെങ്കിൽ ടു ക്രിയേറ്റ് ക്ലിക്കബിൾ ലിങ്ക്, നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ സാധിക്കും. ഇമേജ് ആണെങ്കിൽ ടു ഡിസ്പ്ലേ ദ ഇമേജ് വിത്ത് ആട്രിബ്യൂട്ട്സ് ലൈക്സ് SRC, ഓൾട്ട് ആൻഡ് അതിൻ്റെ കൂടെ വിട്ടും ഉണ്ടാവും. അത് എത്ര സൈസ് വേണം എന്നുള്ളത് ആ പിക്ചറിന്റെ, അല്ലെങ്കിൽ നമുക്ക് ഫുൾ പേജ് ആയിട്ടോ നമുക്ക് കൊണ്ടുവരുന്ന ഏത് സൈസാണോ ആ സൈസിലേക്ക് പോകും. അപ്പോൾ ആ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ കാണാൻ സാധിക്കും, ആ ഒരു സൈസിൽ. അടുത്തത് ഫോംസ് ആൻഡ് ഇൻപുട്ട്. നമ്മൾ ഫോംസ് ആൻഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോംസ് ലെറ്റ് യൂസേഴ്സ് സെൻഡ് ഇൻഫർമേഷൻസ് ലൈക്ക് നെയിം, ഇമെയിൽ, ഫീഡ്ബാക്ക്. നമ്മളിപ്പോൾ ഒരു വെബ് പേജിൽ നമുക്ക് ഫോം ഉണ്ടാവുമല്ലോ, ലാസ്റ്റ് ആയിട്ട് നമുക്ക് പൂരിപ്പിക്കാനും ഒക്കെ ഉള്ളത്, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫോമിന്റെ ഉള്ളിൽ ലേബൽ പറഞ്ഞാൽ ഇവിടെ നെയിം വന്നേക്കണുണ്ടോ, നെയിം. ഇൻപുട്ട് ടൈപ്പ് നമുക്ക് ടെസ്റ്റ് ഉണ്ട്, സബ്മിറ്റ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കണം. ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി പിന്നീടുള്ള വീഡിയോകൾ വരും. ഇൻപുട്ട് ടൈപ്പ് ഇവിടെ നമ്മൾ ടെസ്റ്റ് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ആണ് ഇവിടെ പ്ലേസ് ഹോൾഡറിന്റെ ഉള്ളിൽ വരും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ പേര് എഴുതാൻ സാധിക്കും. നമുക്ക് എന്താണോ മീൻസ് നമുക്ക് മറ്റൊരാളുടെ അടുത്ത് പറയേണ്ടത് ആ ഫോമിലൂടെ, അത് നമുക്ക് ഇവിടെ എൻ്റർ യുവർ നെയിം അല്ലെങ്കിൽ എൻ്റർ യുവർ ഫോൺ നമ്പർ എന്ന് അവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ എഴുതാൻ സാധിക്കും. ഓക്കെ, പിന്നെ BR ടാഗ് എന്ന് വെച്ചാൽ അടുത്ത ലൈനിലേക്ക് വരാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ബട്ടൺ പോയിട്ട് ഈ എൻ്റർ യുവർ നെയിമിന്റെ അപ്പുറത്ത് പോയി കിടക്കും. അതിന് വേണ്ടാണ്ട് അടുത്ത ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ BR ടാഗ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അഗൈൻ ഇൻപുട്ട് ടൈപ്പ് നമ്മൾ സബ്മിറ്റ് കൊടുത്തു, വാല്യൂ സബ്മിറ്റ് കൊടുത്തു, അങ്ങനെ ഫോം എന്നിട്ട് ക്ലോസ് ചെയ്തു. ഇത്രയാണ് ഈ ഫോംസ് ആൻഡ് ഇൻപുട്ടിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അടുത്തത് ടേബിൾ കൊടുത്തിട്ട് ടേബിൾ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഉണ്ട്, ക്ലോസിംഗ് അത് അവിടെ താഴെ വരുന്നുണ്ട്. പിന്നെ TH എന്ന് വെച്ചിട്ടുണ്ട്, TR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേബിൾ റോ. ഇവിടെ ഏജ്, നെയിം, ഏജ് ഇങ്ങനെ കൊടുത്തു. പിന്നെ അടുത്തത് ടേബിൾ റോ നമുക്ക് ഇവിടെയും വരുന്നുണ്ട് TR. ഓക്കെ, ഇവിടെ TR ടാഗിന്റെ ഉള്ളിൽ TH എന്ന് പറഞ്ഞാൽ ടേബിൾ ഹെഡിങ്, ഇവിടെ നെയിം, ഏജ് ഇവിടെ കൊടുത്തു. അത് കഴിഞ്ഞുള്ള TR ടാഗിന്റെ ഉള്ളിൽ TD പറഞ്ഞിട്ടാണ്, TD25. TD എന്ന് പറഞ്ഞാൽ ടേബിൾ ഡേറ്റ. ഇങ്ങനെയാണ് നമ്മൾ HTML ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ പഠിച്ച ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയും കുറേ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എവരി വെബ് പേജ്. നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ള ഡോക് ടൈപ്പ് HTML എന്താണെന്നുള്ളത്, HTML ഹെഡ്, ബോഡി. പിന്നെ കോമൺ ടാഗ്സ് നമ്മൾ പഠിച്ചു, H1 to H6, PA, ഇമേജ്, ബട്ടൺസ്, ലിസ്റ്റ് പഠിച്ചു, ഫോംസ് പഠിച്ചു, ടേബിൾസ് പഠിച്ചു. ഓക്കെ, ഇത്രയും കാര്യം. ഇനി നമുക്കിതിനെ VS കോഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ VS കോഡ് എടുത്തു. VS കോഡിൽ വന്നു കഴിഞ്ഞാൽ
എക്സ്ക്ലമേഷൻ മാർക്ക് പ്രസ് ചെയ്താൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് 1 പ്രസ് ചെയ്തിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് വരും. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ HTML5ന്റെ ഫോം ഇത് വരും. എങ്ങനെയാണ് എഴുതുന്നത് ഇത് നമുക്ക് ഓൾറെഡി കിട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതിൽ നമുക്ക് നമ്മൾ ആദ്യം കണ്ടതുപോലെ ഇത് ഡോക് ടൈപ്പ് HTML ആണ്. HTMLന്റെ ഉള്ളിൽ HTML ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഹെഡിന്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ മെറ്റാ ടാഗ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ടൈറ്റിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ടൈറ്റിൽ ഡോക്യുമെന്റ് എന്ന് വന്നിട്ടുണ്ട്. ഇത് എവിടെയാ വരണേന്ന് വെച്ചാൽ നമുക്കിത് വെബ് പേജിൽ കാണാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, ഇതിൽ നമ്മളിവിടെ ഡോക്യുമെന്റ്, ഇവിടെ ഈ ഡോക്യുമെന്റ് എന്ന് ഉണ്ടല്ലോ ഹെഡിങ്, ഇതാണ് നമുക്കിത് ഇവിടെ ഹെഡിങ് ആയിട്ട് ഡോക്യുമെന്റ് എന്ന് വന്നേക്കണേ. നമുക്ക് ഇവിടെ എന്താണോ വരേണ്ടത് അതാണ് ഇവിടെ ടൈറ്റിൽ ആയിട്ട് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനിതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് നമുക്ക് തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. ഇനി HTMLന്റെ ഈ പേജിലേക്ക് വന്നു. നമ്മുടെ ഫസ്റ്റ് പേജ് നമ്മളിവിടെ ഈ ഒരു സാധനം എങ്ങനെ കിട്ടി എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത്. നമ്മളിവിടെ HTMLന്റെ ഇതെടുത്തു. ഇതിൽ മൈ ഫസ്റ്റ് പേജ് ഇവിടെ കണ്ടോ, മൈ ഫസ്റ്റ് പേജ് എന്ന ഹെഡിങ് വന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബോഡിയുടെ ഉള്ളിൽ വെൽക്കം എഴുതി. അപ്പോൾ ഈ വെൽക്കം വന്നു. പിന്നെ പാരഗ്രാഫിന്റെ ഉള്ളിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള സെന്റൻസുകൾ എഴുതണമെങ്കിൽ നമ്മൾ പാരഗ്രാഫിലാണ് എഴുതുക. ദിസ് ഈസ് മൈ ഫസ്റ്റ് HTML പേജ് അത് വന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ BR കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BR ടാഗ് കൊടുത്തത് ഒന്ന് ഒരു ലൈൻ താഴത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു BR ടാഗും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടു ഒരു ലൈനും കൂടെ താഴത്തേക്ക് വന്നു. ഓക്കെ, ഒരു ലൈൻ താഴത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു HR ടാഗ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ലൈൻ വരാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇവിടെ ഒരു ലൈൻ കൂടെ എക്സ്ട്രാ വന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ HR ടാഗ് കൊടുക്കുന്നതുകൊണ്ടാണ് ആ ലൈൻ വരുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് പിന്നെ ഹെഡിങ്ങിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഒരു ടാഗുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ ഒന്നാമത്തത് നമുക്ക് ഹെഡിങ് ആണ് വരുന്നത്. ഹെഡിങ് നമുക്ക് 6 ടൈപ്സ് ഉണ്ട്. H1 ടാഗ് തൊട്ട് H6 വരെയുണ്ട്. അപ്പോൾ ഇതിന്റെ സൈസിലുള്ള വ്യത്യാസം കണ്ടോ, H1, H2, H3, H4, H5, H6 കണ്ടോ, പല സൈസിലായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഹെഡിങ്ങിൽ അത് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ പാരഗ്രാഫ് നമുക്ക് എത്ര വലിയ പാരഗ്രാഫ് ആണെങ്കിലും നമ്മളിങ്ങനെ കൊടുത്ത് ഈ P ടാഗിന്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ എഴുതാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ച ലിങ്ക് നമുക്ക് hrefന്റെ ഉള്ളിൽ നമ്മൾ ലിങ്ക് കൊടുക്കണം. എന്നിട്ട് ഇത് കണ്ടോ, ക്ലിക്ക് ഹിയർ ടു വിസിറ്റ് ദ പേജ്. അപ്പോൾ ഈ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതിൽ പ്രസ് ചെയ്താൽ ഈ ഒരു ഇതിന്റെ വെബ് പേജിലേക്ക് പോകും. അടുത്ത നമ്മുടെ ഇമേജ് ടാഗ് ആണ്. ഇമേജിന്റെ IMG ടാഗിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ക്ലോസിംഗ് ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ IMG എന്ന് എഴുതിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യുള്ളൂ. എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് നമുക്ക് ഈ വേണ്ട സാധനങ്ങളെല്ലാം ഏതാണോ SRC എഴുതേണ്ടത്, ഓൾട്ട് എഴുതേണ്ടത്. ഇമേജിൽ വരുന്നത് ഇമേജിൽ വരുന്ന കാര്യങ്ങൾ SRC ഉണ്ടാവും, ഓൾട്ട് ഉണ്ടാവും, പിന്നെ വിഡ്ത്ത് നമുക്ക് എഴുതേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതുണ്ടോ, അപ്പൊ ഇത് പിക്ചർ ഇത്തിരി വലിയ ഇതായതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കണേ. ഓൾട്ട് സിമ്പിൾ ഇമേജ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, വിഡ്ത്തും കൊടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമേജിൽ വരും. ഇമേജിന് അഗെയിൻ ക്ലോസിംഗ് ആയിട്ട് ഈ ഇത് മാത്രമേ ക്ലോസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളത് ബട്ടന്റെ ക്ലിക്ക് മീ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ബട്ടൺ കൊടുത്തു, ക്ലിക്ക് മീ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ ക്ലിക്ക് മീ വന്നു. ഓക്കെ, ഇത് പ്രസ് ചെയ്താൽ ഒന്നും വരില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ജാവാസ്ക്രിപ്റ്റ് കോഡ് കൊടുക്കാത്തത് കൊണ്ട് ഇത് നമുക്ക് എങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ പോകേണ്ടതെന്നുള്ളതൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അതൊക്കെ നമുക്ക് ഇനി അടുത്തുള്ള ഇതിൽ നോക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ലിസ്റ്റ് പഠിച്ചു. ഇതിന് ബുള്ളറ്റ് പോയിന്റ്സ് വരണമെന്നുണ്ടെങ്കിൽ UI ഉള്ളിൽ LI കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ബുള്ളറ്റ് വരും. അതുപോലെ OL LI കൊടുത്തിട്ട് നമ്മൾ ഇത് അവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 1 2 3 4 എന്നുള്ളത് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ഫോംസ്. നമ്മൾ ഇത് ഫോം ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലേബലിൽ നെയിം കൊടുത്തു, സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വരും, പ്ലേസ് ഹോൾഡറിന്റെ ഉള്ളിൽ എൻ്റർ യുവർ നെയിം. ഓക്കെ, അടുത്ത ടേബിൾ വരുമ്പോൾ TR TH അഗെയിൻ TD. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള HTMLന്റെ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള വീഡിയോകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.